ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഉള്ള രാവിലത്തെ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ പതിവ് പോലെ രാവിലെ ചായ ഇടും. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത അടുപ്പിൽ തന്നെ ഒരു കലം വെള്ളവും തിളപ്പിച്ച് മാറ്റും. അത് കഴിഞ്ഞതിന് ശേഷം ചോറ് നമ്മൾ തലേന്ന് രാത്രിയിൽ ചാക്സിനകത്ത് ഇറക്കി വെക്കും. അത് ഞാൻ രാവിലെ ഒന്നുകൂടി തിളപ്പിക്കും. അങ്ങനെ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ തലേന്ന് രാത്രിയിൽ ചെയ്ത് വെക്കുന്ന കാര്യമാണ്. രാത്രിയിലെ മീനൊക്കെ കട്ട് ചെയ്ത് വെക്കും. പിന്നെ അതിനകത്തുനിന്ന് കുറച്ച് മീൻ വറക്കാനെടുത്ത് വെച്ചു രാവിലത്തേക്ക്. അതെല്ലാം മസാല പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ കുറച്ചെടുത്ത് മീൻ കറി വെച്ചു. കറി ഞാൻ കുറച്ച് നന്നായിട്ട് വറ്റിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഇഷ്ടം. കാരണം കുറച്ച് മീനൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ വറ്റിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് മീൻ കറിയും വെച്ചു, മീനും വറക്കാൻ വെച്ചു അങ്ങോട്ട്. അങ്ങനെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പുളിശ്ശേരി ഉണ്ടാക്കി. അപ്പോൾ രാവിലത്തെ പരിപാടി ചെയ്തു. കാരണം രാവിലെ എല്ലാവർക്കും ചോറ് കൊണ്ടുപോകണം. അപ്പം പുളിശ്ശേരിയും കാച്ചിയിട്ട് പിന്നെ അടുത്തത് ശകല അവിയൽ വെച്ചു. എന്നും തോരനും മെഴുക്കുവരട്ടിയാണ് നോർമലി വെക്കാറ്. കാരണം പൊതിച്ചോറ് കേട്ടാൽ അതാണ് എളുപ്പം. സാധാരണ ഞാൻ രാവിലെ അവിയൽ വെക്കാത്തതാണ്. പിന്നെ അന്നങ്ങ് അവിയലാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുട്ട പൊരിച്ചു. മുട്ടയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ചേട്ടനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡബിൾ ഓംപ്ലേറ്റ് ഞാൻ ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കും. എന്നിട്ട് പകുതി ചേട്ടനും വെക്കും, പകുതി ഞാനും എടുക്കും. അത് കഴിഞ്ഞിട്ടൊരു മത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു. ആ മത്തങ്ങയും പയറും കൂടി ഇട്ടിട്ട് മത്തങ്ങ എരിശ്ശേരി വെച്ചു. അപ്പം ഞാനത് കട്ട് ചെയ്യുന്നതേ കാണിച്ചിട്ടുള്ളൂ. എരിശ്ശേരി വെച്ചിട്ടുള്ളത് ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. അത് ഇനി ലഞ്ചെല്ലാം ബാഗിൽ പാക്ക് ചെയ്ത് ജോലിക്ക് പോവുകയാണ്. ഇതാണ് രാവിലത്തെ പരിപാടി. ഓക്കേ.